ഒരു അന്യഗ്രഹ ജീവിയെ കണ്ടുപിടിക്കാൻ എത്ര രൂപ ചെലവാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സാധാരണ നമ്മൾ യുദ്ധത്തിനും ആയുധങ്ങൾക്കും വേണ്ടി കോടികൾ ഒഴുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഒറ്റയ്ക്കാണോ എന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ മുടക്കിയത് വെറും പണം മാത്രമല്ല. കാടിന് നടുവിൽ ഭൂമിയിൽ തന്നെ കുഴിച്ചുണ്ടാക്കിയ ഒരു ഭീമൻ യന്ത്രം ഉപയോഗിച്ച് വർഷങ്ങളോളം ആകാശത്തെ നിരീക്ഷിച്ചു. പക്ഷേ ഒരു ദിവസം വെറുതെ കാത്തിരിക്കുന്നതിന് പകരം കോടിക്കണക്കിന് വാട്ട്സ് വൈദ്യുതി കത്തിച്ചു കളഞ്ഞ് സൂര്യനേക്കാൾ തിളക്കമുള്ളൊരു സിഗ്നൽ പ്രപഞ്ചത്തിലോട്ട് അയക്കാൻ നമ്മൾ തീരുമാനിച്ചു. മനുഷ്യരാശിയുടെ മുഴുവൻ ചരിത്രവും വെറും കുറച്ച് ബിറ്റുകളിലേക്ക് ചുരുക്കി നമ്മൾ നടത്തിയ, ഒരുപക്ഷെ ഒരിക്കലും മറുപടി കിട്ടില്ലെന്ന് ഉറപ്പുള്ള ആ വിലപിടിപ്പുള്ള പരീക്ഷണത്തിൻ്റെ കഥയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരീക്ഷണം നടത്തിയത് ഇതിനായിട്ട് വേണ്ടി ഉണ്ടാക്കിയ ഒരു മെഷീൻ വെച്ചല്ല. സത്യത്തിൽ അതൊരു ഏലിയൻ ഹണ്ടിങ് മെഷീൻ ആയിരുന്നില്ല. അതിൻ്റെ യഥാർത്ഥ കഥയറിയാൻ നമ്മൾ ആകാശത്ത് നിന്ന് കണ്ണുമാറ്റി പ്യൂരിട്ടോറിക്കയിലെ ചെളിയിലേക്കൊന്ന് നോക്കണം. 1950കളാണ് സമയം. ലോകം മുഴുവൻ ഒരു മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥ. അന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി ഏലിയൻസ് ആയിരുന്നില്ല, പകരം സോവിയറ്റ് യൂണിയനാണ്. കോൾഡ് വാർ അല്ലെങ്കിൽ ശീതയുദ്ധം കത്തി നിൽക്കുന്ന ഒരു സമയം. പെൻറ്റഗണിൻ്റെയും അമേരിക്കൻ മിലിറ്ററിയുടെയും ഏറ്റവും വലിയ പേടി സ്വപ്നം സോവിയറ്റ് യൂണിയൻ്റെ ന്യൂക്ലിയർ മിസൈലുകളായിരുന്നു. സോവിയറ്റ് യൂണിയൻ, അതായത് ഇന്നത്തെ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു മിസൈൽ അമേരിക്കയിലേക്ക് അയച്ചാൽ അത് വരുന്നത് ബഹിരാകാശത്ത് കൂടിയാകാനാണ് സാധ്യത. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള പാളിയായ അയണോസ്ഫിയറിനെ ഭേദിച്ചുകൊണ്ടാണ് അത് അമേരിക്കൻ മണ്ണിലേക്ക് സാധാരണ എത്തേണ്ടത്. ആകാശത്തുകൂടി പാഞ്ഞു വരുന്ന ഭൂമി മൊത്തം നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലുകളെ അത് വഴിയിൽ വച്ച് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് നമ്മുടെ എയർപോർട്ടിലൊക്കെ കാണുന്ന സാധാരണ റഡാർ പോരാ. സ്പേസിൻ്റെ അറ്റം വരെ സിഗ്നൽ അയക്കാനും അവിടെ തട്ടി തിരിച്ചു വരുന്ന ഏറ്റവും നേർത്ത സിഗ്നൽ പോലും പിടിച്ചെടുക്കാനും പറ്റുന്ന ഒരു ഭീമൻ റഡാർ തന്നെ വേണം. അങ്ങനെ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി അഥവാ ആർപ ഉണ്ടല്ലോ, ഇന്നത്തെ ഇൻ്റർനെറ്റൊക്കെ കണ്ടുപിടിക്കാൻ കാരണമായ ടീം, അവർ ഒരു സ്ഥലം അന്വേഷിച്ചിറങ്ങി. അവർക്ക് വേണ്ടത് ഭൂമധ്യരേഖ, അതായത് ഇക്വേറ്ററിനോട് ചേർന്നുള്ള ഒരിടമായിരുന്നു. അങ്ങനെയാണ് അവർ പ്യൂരിട്ടോറിക്കയിലേക്ക് എത്തുന്നത്. അവിടെ കാടിനുള്ളിൽ പ്രകൃതിദത്തമായ വലിയൊരു കുഴി, ഒരു സിങ്ക് ഹോൾ അവർ കണ്ടു. മലയ്ക്കിടയിൽ വലിയൊരു പാത്രം വച്ചതുപോലെ വെള്ളം ഒഴുകിപ്പോയി ഉണ്ടായ കാർസ്റ്റ് ഭൂപ്രകൃതിയിലുള്ള ഒരു വലിയ ഗർത്തം. എഞ്ചിനീയർമാർ അവിടെ പണി തുടങ്ങി. പക്ഷേ നിസ്സാരമായിട്ടുള്ള പണിയായിരുന്നില്ല. കാടിനു നടുവിൽ റോഡില്ലാതെ, സൗകര്യങ്ങളില്ലാതെ ഒരിടത്ത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയൊരു നിർമ്മിതി. ആ കുഴിയുടെ ആകൃതിക്കനുസരിച്ച്, അതായത് ഏകദേശം ഒരു 305 മീറ്റർ അല്ലെങ്കിൽ 1000 അടി വലിപ്പമുള്ള അലുമിനിയം കൊണ്ടുണ്ടാക്കിയ വലിയൊരു ഡിഷാണ് അവിടെ ഫിറ്റ് ചെയ്തത്. അതൊരൊറ്റ പാത്രമല്ല, കൃത്യമായി പറഞ്ഞാൽ 38,778 അലുമിനിയം പാനലുകളെ അടുക്കി വെക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഓരോ പാനലിനും 3 അടി മുതൽ 6 അടി വരെ വലിപ്പമുണ്ട്. ഇത് ഓരോന്നിനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യണം. അതിന് മില്ലിമീറ്ററുകളുടെ കൃത്യതയിൽ വേണം ഇത് വയ്ക്കാൻ. കാരണം സ്പേസിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ അത്രയും വീക്കാണ്. ഡിഷിൻ്റെ ഷേപ്പിൽ ചെറിയൊരു മാറ്റം വന്നാൽ പോലും സിഗ്നൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യില്ല. നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ടെലിവിഷൻ ആൻറ്റിന ആലോചിച്ചാൽ മതി. അതെന്താ ചെയ്യുന്നത്? അത് ആ LNBയിലേക്ക് സിഗ്നൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി വലിയൊരു ഏരിയ കർവ്ഡ് ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. സോ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ അലുമിനിയം ഫോയിലേക്ക് ഒരു അർദ്ധഗോളാകൃതിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഏകദേശം 500 അടി ഉയരത്തിൽ 3 കോൺക്രീറ്റ് ടവറുകളിൽ നിന്നുള്ള വടത്തിൽ തൂങ്ങി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ്. 900 ടൺ ഭാരമുള്ള ഒരു വലിയ കപ്പലിൻ്റെ അത്രയും വലിപ്പമുള്ള ആ സാധനം ആകാശത്ത് അങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. കാറ്റടിച്ചാൽ പോലും അനങ്ങാൻ പാടില്ല. ആ പ്ലാറ്റ്ഫോമിലാണ് സിഗ്നലുകൾ സ്വീകരിക്കുന്ന റിസീവറുകളും പിന്നീട് നമ്മൾ കഥയിലേക്ക് പറയാൻ പോകുന്ന ആ വലിയ ട്രാൻസ്മിറ്ററും ഇരിക്കുന്നത്. യുദ്ധത്തിന് വേണ്ടി മിസൈൽ ട്രാക്ക് ചെയ്യാൻ ഉണ്ടാക്കിയ മെഷീൻ പക്ഷേ പിന്നീട് സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് മാറി. അതാണ് അർസിബോ ഒബ്സർവേറ്ററി. 1960കളിൽ ഇത് പണിത് കഴിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞർക്ക് ഒരു കാര്യം മനസ്സിലായി. അയണോസ്ഫിയറിലെ മാറ്റങ്ങൾ പഠിക്കാൻ ഇതിലൂടെ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിലൂടെ വരുന്ന മിസൈലുകളെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പ്രപഞ്ചത്തിൽ നിന്നുള്ള ശബ്ദങ്ങളും ഇതിന് കേൾക്കാൻ പറ്റണം. അങ്ങനെ 1964 ഗോൾഡൻ പെറ്റൻകിൽ എന്ന ശാസ്ത്രജ്ഞൻ ഈ റഡാർ ഉപയോഗിച്ച് ബുധൻ എന്ന് പറയുന്ന, മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹത്തെ നിരീക്ഷിച്ചു.
അതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് ബുധൻ ഒരു 88 ദിവസം കൊണ്ടാണ് സ്വയം കറങ്ങുന്നത് എന്നാണ്. പക്ഷേ അരിസിബോയിലെ റഡാർ സിഗ്നൽ ഉപയോഗിച്ച് അത് ബുധനിൽ തട്ടി തിരിച്ചു വന്ന ഡാറ്റ നോക്കിയപ്പോൾ ഏകദേശം 59 ദിവസം കൊണ്ടാണ് ബുധൻ സ്വയം കറങ്ങുന്നത് എന്ന് കണ്ടെത്തി. അത് വലിയൊരു കണ്ടുപിടുത്തമാണ്. പിന്നീട് മരിച്ചുപോയ നക്ഷത്രങ്ങളുടെ, അതായത് പൾസാറുകളുടെ ഹൃദയമിടിപ്പ് പോലെ കൃത്യമായ ഇടവേളകളിൽ വരുന്ന സിഗ്നലുകളെ ഇത് പിടിച്ചെടുത്തു. ഐൻസ്റ്റീൻ്റെ തിയറികൾ തെളിയിക്കാൻ വരെ ഈ ഡാറ്റ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ 1974 അവർ അതിനൊരു വലിയ അപ്ഗ്രേഡ് കൊടുത്തു. വെറുതെ ഇങ്ങോട്ട് വരുന്ന സിഗ്നലുകളെ കിട്ടുക മാത്രമല്ല, പകരം തിരിച്ച് അങ്ങോട്ട് സിഗ്നൽ അയക്കാൻ പറ്റുന്ന, സിഗ്നലിലൂടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം, അതായത് സിഗ്നലുകൾ അയക്കാൻ പറ്റുന്ന ഒരു ഭീമൻ പ്ലാനറ്ററി റഡാർ ട്രാൻസ്മിറ്റർ അതിൻ്റെ മുകളിലേക്ക് വെച്ചു. അതൊരു സാധാ ട്രാൻസ്മിറ്റർ ആയിരുന്നില്ല. 450 കിലോ വാട്ട് പവർ ഔട്ട്പുട്ടുള്ള ക്ലൈസ്ട്രോൺസ് എന്ന് വിളിക്കുന്ന ഭീമൻ വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിഷ് ആ എനർജിയെ ഫോക്കസ് ചെയ്ത് ഏകദേശം 20 ട്രില്യൺ വാട്ട്സ് പവറുള്ള ഒരു ബീമാക്കി മാറ്റും. ലളിതമായി പറഞ്ഞാൽ, ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ റേഡിയോ തരംഗങ്ങളുടെ കാര്യത്തിൽ ഗാലക്സിയിലെ ഏറ്റവും തിളക്കമുള്ള, സൂര്യനേക്കാൾ തിളക്കമുള്ളൊരു വസ്തുവായിട്ട് ഭൂമി മാറും. ഈ അപ്ഗ്രേഡ് ആഘോഷിക്കാൻ അവർ അങ്ങനെ തീരുമാനിച്ചു. ആ സമയത്താണ് ഫ്രാങ്ക് ഡ്രേക്ക് എന്നൊരു ഗവേഷകൻ വരുന്നത്. പുള്ളി വേറെ ലെവലാണ്. കോർണർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും സെറ്റി അഥവാ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പിതാവുമാണ് അദ്ദേഹം. ഏലിയൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യമായി പ്രോജക്റ്റ് ഓസ്മ വഴി സയൻറ്റിഫിക്കായി അന്വേഷണം തുടങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹം ചിന്തിച്ചു, നമുക്ക് വെറുതെ എന്തിനാ റഡാർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാറക്കഷ്ണങ്ങളിലേക്ക് സിഗ്നൽ അയക്കുന്നത്? ബുദ്ധിയുള്ള ആർക്കെങ്കിലും, അതായത് അന്യഗ്രഹ ജീവികൾക്കൊരു കത്തയച്ചാലോ? വെറുതെ കാത്തിരുന്നിട്ട് കാര്യമില്ല, അങ്ങോട്ട് കയറി സംസാരിക്കാം. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു. കൂടെ കാൽസാഗനെ പോലെയുള്ള പ്രഗത്ഭനും കൂടി. ഇവിടെയാണ് യഥാർത്ഥ ചലഞ്ച്. ഏത് ഭാഷയിലായിരിക്കും അന്യഗ്രഹ ജീവികൾക്ക് കത്തെഴുതുക? നമ്മൾ അയക്കുന്ന കത്ത് കിട്ടുന്നത് 25,000 പ്രകാശവർഷം അകലെയുള്ള ഒരു ഗ്രഹത്തിലെ ജീവിക്കാണെങ്കിലോ? അവർക്ക് ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ ഒന്നും അറിയില്ല. നമ്മുടെ സംസ്കാരമോ നമ്മൾ എങ്ങനെ ഇരിക്കുമെന്നോ അവർക്കറിയില്ല. എന്തിന്? അവർക്ക് കണ്ണുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ചിലപ്പോൾ വവ്വാലുകളെപ്പോലെ ശബ്ദം വെച്ചാണോ കാണുന്നതെങ്കിലോ? അല്ലെങ്കിൽ പാമ്പുകളെപ്പോലെ ചൂടനുഭവിച്ച് ഡിറ്റക്റ്റ് ചെയ്യുന്നവരാണെങ്കിലോ? അങ്ങനെയുള്ള നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരാളോട് എങ്ങനെ കാര്യം പറയും? നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്വയം ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് എങ്ങനെ ഉണ്ടാക്കും? ഫ്രാങ്ക് ഡ്രേക്ക് ഒരു ഐഡിയ കണ്ടെത്തി. പ്രപഞ്ചത്തിൽ എവിടെ പോയാലും മാറ്റമില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ: മാത്തമാറ്റിക്സ്, കണക്ക്. ഭൂമിയിലായാലും ചൊവ്വയിലായാലും ഇനി ബ്ലാക്ക് ഹോളിലായാലും 1+1 = 2 ആണല്ലോ. ആറ്റങ്ങളുടെ ഘടന പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒന്നാണ്. അതുകൊണ്ട് അദ്ദേഹം പ്രൈം നമ്പറുകൾ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു. ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ. ഇത് പ്രകൃതിയുടെ ഒരു ഫണ്ടമെൻ്റൽ റൂളാണ്. ബുദ്ധിയുള്ള ഏത് ജീവിക്കും പ്രൈം നമ്പറുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൃത്യം 1679 ബിറ്റുകളുള്ള ഒരു മെസ്സേജ് അദ്ദേഹം ഡിസൈൻ ചെയ്തു. അത് ഈ കാണുന്നത് പോലെ ഇരിക്കും. എന്താണ് ഈ 1679ൻ്റെ പ്രത്യേകത? ഇതൊരു സെമി പ്രൈം നമ്പറാണ്. ഇതിനെ 2 പ്രൈം സംഖ്യകൾ കൊണ്ട് മാത്രമേ ഗുണിക്കാൻ പറ്റൂ. 23ഉം 73. അതായത് 23 × 73 = 1679 എന്ന കണക്ക് മാത്രമേ ഉള്ളൂ. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ സിഗ്നൽ കിട്ടുന്ന ഏലിയൻ ഇതിനെ ഒരു പേപ്പറിൽ എഴുതി നോക്കിയാൽ ഇതിനെ അടുക്കി വയ്ക്കാൻ 2 വഴിയേ ഉള്ളൂ. ഒന്ന് 23 വരികളും 73 നിരകളും. അങ്ങനെ വെച്ചാൽ വെറും കുറേ കുത്തുകൾ മാത്രം കിട്ടും. ഒരർത്ഥമില്ല, വെറും നോയ്സ്. പക്ഷേ 73 വരികളും 23 നിരകളുമായിട്ട് തിരിച്ചിട്ടാൽ മാജിക്. അവിടെ വ്യക്തമായ ഒരു ചിത്രം തെളിഞ്ഞു വരും. പഴയ 8-bit വീഡിയോ ഗെയിമിലൊക്കെ കാണുന്നത് പോലെ പിക്സൽ ബൈ പിക്സൽ ആയിട്ടുള്ളൊരു ചിത്രം. വെറും 0ഉം 1ഉം ഉപയോഗിച്ചുണ്ടാക്കിയ ചിത്രം. പക്ഷേ അതിൽ നമ്മളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ മെസ്സേജ് മുകളിൽ നിന്ന് താഴോട്ട് വായിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നമ്പറുകൾ. ഏറ്റവും മുകളിൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ കാണാം. ബൈനറി രൂപത്തിൽ ഇതാണ് ഞങ്ങളുടെ കണക്ക്, ഇങ്ങനെയാണ് ഞങ്ങൾ എണ്ണുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു ട്യൂട്ടോറിയലാണ്. വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 എലമെൻറ്റ്സ്. അതിന് താഴെ നമ്മുടെ DNA ഉണ്ടാക്കിയിരിക്കുന്ന മൂലകങ്ങളുടെ അറ്റോമിക് നമ്പറുകൾ: ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്. ഞങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സാധനങ്ങൾ കൊണ്ടാണ് എന്നും ഞങ്ങൾ കാർബൺ ബേസ്ഡ് ജീവികളാണ് എന്ന് പറയാനുമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അടുത്തത് ബയോളജിയാണ്. നമ്മുടെ DNA ഘടന. ന്യൂക്ലിയോടൈഡുകളുടെ കെമിക്കൽ ഫോർമുല ഉണ്ടല്ലോ, അതുണ്ട്. അതിനുശേഷം DNA ആ ഒരു ഡബിൾ ഹെലിക്സ് ചിത്രം. അതിൻ്റെ ഇടയിൽ 400 കോടി എന്നൊരു സംഖ്യയും. അത് മനുഷ്യൻ്റെ ജീനോമിൻ്റെ ബേസ് പെയറുകളുടെ എണ്ണമാണ്. ഞങ്ങൾ നിസ്സാരക്കാരല്ല, ഇത്രയും കോംപ്ലക്സ് ആണ്
ഇത്രയും ഡാറ്റ ഞങ്ങളുടെ ശരീരത്തിലുണ്ട് എന്ന ജാട പോലെയാണ്. സത്യത്തിൽ അന്നത് കണക്കാക്കിയിരുന്നത് തെറ്റായിരുന്നു. ഇന്ന് നമുക്കറിയാം അത് 300 കോടിയേ ഉള്ളൂ എന്ന്. എന്നാലും ഒരു ഏകദേശ കണക്ക്. അതിന് താഴെയാണ് മെയിൻ ഐറ്റം. ഒരു ചെറിയ മനുഷ്യരൂപം, ഒരു സ്റ്റിക്ക് ഫിഗർ, തലയും 2 കൈയും കാലുമുള്ളൊരു രൂപം. അതിൻ്റെ സൈഡിൽ നമ്മുടെ ഉയരവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഉയരം എങ്ങനെ അടിയിലോ സെൻറ്റിമീറ്ററിലോ പറയും? അവർക്ക് ആ അളവുകൾ അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ സിഗ്നലിൻ്റെ തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് വെച്ചാണ് ഉയരം മാർക്ക് ചെയ്തത്. അത് കണക്കാക്കുമ്പോൾ ശരാശരി 5 അടി 9 ഇഞ്ച് എന്ന് കിട്ടും. കൂടെ അന്നത്തെ നമ്മുടെ ജനസംഖ്യയായ 400 കോടി കൂടി ആഡ് ചെയ്തു. അതിനും താഴെ നമ്മുടെ വീടുണ്ട്. സൗരയൂഥം, സൂര്യൻ, ബുധൻ, ശുക്രൻ, ഭൂമി, അങ്ങനെ പ്ലൂട്ടോ വരെ. ഇതിൽ ഭൂമിയെ മാത്രം കുറച്ച് മുകളിലേക്ക് മാറ്റിവെച്ചു. മനുഷ്യൻ്റെ ചിത്രത്തിന് നേരെ താഴെയായിട്ട് വരും. ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്, സൂര്യനിൽ നിന്നും 3ാമത്തെ കല്ല് എന്ന് കാണിക്കാനാണ്. ഒരു ആരോ മാർക്ക് പോലെ. ഏറ്റവും അവസാനം ഈ മെസ്സേജ് അയച്ച അരസിബോ ടെലസ്കോപ്പിൻ്റെ ചിത്രമുണ്ട്. അതിൻ്റെ വലിപ്പവുമുണ്ട്. ഇത്രയും വലിപ്പമുള്ളൊരു ആൻറ്റിന വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് കാണിക്കാൻ. കാണാൻ സിമ്പിളാണല്ലേ? പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ്. ഇത് അയക്കുന്നതിന് മുൻപ് ഡ്രേക്ക് ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം ഈ ബൈനറി കോഡ് പ്രിൻ്റ് ചെയ്ത് തൻ്റെ കൂട്ടുകാർക്ക്, വലിയ നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞർക്കൊക്കെ അയച്ചു കൊടുത്തു. ഇതൊന്ന് ഡീകോഡ് ചെയ്യാമോ? അവർക്കിത് മുമ്പേ അറിയില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിലെന്താണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അവർ ആദ്യമായിട്ടായിരിക്കും അത് ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സത്യം പറയാമല്ലോ, അവർക്ക് ആർക്കും അത് വായിക്കാൻ പറ്റിയില്ല. കണക്കൊക്കെ അവർക്ക് മനസ്സിലായി. ഇത് പ്രൈം നമ്പർ ആണെന്നും ഗ്രിഡാണെന്നും ഒക്കെ അവർ കണ്ടുപിടിച്ചു. പക്ഷേ ആ പടം എന്താണെന്ന് അവർക്ക് പിടികിട്ടിയില്ല. നമ്മൾ വരച്ച മനുഷ്യരൂപം അവർക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. നമുക്കത് മനുഷ്യനാണ്, കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ മനുഷ്യനെ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഏലിയൻസിന് അത് വല്ല നക്ഷത്ര മാപ്പോ മറ്റോ ആയിട്ടായിരിക്കും തോന്നുക. ഇതിനെയാണ് ആന്ത്രപ്പോമോർഫിസം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നത് പോലെയാണ് പ്രപഞ്ചം മുഴുവൻ കാണുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. എന്നാലും ഇതിലും നല്ലൊരു വഴി അന്നില്ലായിരുന്നു. അതുകൊണ്ട് ആ മെസ്സേജുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ അവർ തീരുമാനിച്ചു. 1974 നവംബർ 16, സമയം ഉച്ച കഴിഞ്ഞ് 1 മണി. വലിയൊരു ചടങ്ങായിരുന്നു. 150ഓളം അതിഥികൾ, ശാസ്ത്രജ്ഞർ, അവരുടെ കുടുംബം, ഉദ്യോഗസ്ഥർ, പ്യൂരിട്ടോറിക്കയിലെ കൊടും ചൂടിൽ ഇവരെല്ലാം കാത്തു നിന്നു. ട്രാൻസ്മിറ്റർ ഓൺ ചെയ്തു. നമുക്ക് ചെവി കൊണ്ട് റേഡിയോ തരംഗങ്ങൾ കേൾക്കാൻ പറ്റില്ല. സോ അതിനെ ശബ്ദ സിഗ്നലുകളായിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു സ്പീക്കറിൽ കണക്ട് ചെയ്തിരുന്നു. ബർബിൾ, ബീപ്, ബീപ് എന്നൊക്കെയുള്ള വിചിത്രമായ ടോണിലുള്ള ഇലക്ട്രോണിക് ശബ്ദം സ്പീക്കറിലൂടെ കേൾക്കുന്നുണ്ട്. ഒരു പക്ഷിയുടെ കരച്ചിൽ പോലെയാണ്. വെറും 169 സെക്കൻഡ്, അതായത് 3 മിനിറ്റിൽ താഴെ സമയം മാത്രം ആ വലിയ ഡിഷിൽ നിന്നും അദൃശ്യമായൊരു എനർജി ഫ്ലോ ഉണ്ടായി. ഓൺ ഓഫ് അല്ലെങ്കിൽ 1010 എന്നുള്ള രൂപത്തിലാണ് ഈ സിഗ്നലുകളെ പ്രധാനമായിട്ടും അയക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ ഒരു റേഡിയോ സിഗ്നൽ രൂപമാണ്. 20 ടെറാവാട്ട് പവറാണ് ആകാശത്തേക്ക് കുതിച്ചത്. അത് മേഘങ്ങളെയൊക്കെ തുളച്ച് അന്തരീക്ഷവും കടന്ന് ചന്ദ്രനെയും കടന്ന് പ്രകാശത്തിൻ്റെ വേഗതയിൽ പറന്നു. 4 മിനിറ്റ് കൊണ്ട് അത് ചൊവ്വയെ കടന്നു. 35 മിനിറ്റ് കൊണ്ട് വ്യാഴത്തെ കടന്നു. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അത് നമ്മുടെ സൗരയൂഥവും വിട്ട് അനന്തതയിലേക്ക്, ശൂന്യതയിലേക്ക് ഇറങ്ങി. എവിടെയാണ് ഇത് അയച്ചത്? വെറുതെ ആകാശത്തേക്ക് അടിച്ചാൽ ആർക്കും കിട്ടില്ലല്ലോ. സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. വെറുതെ ഒരിടത്തേക്ക് നോക്കി വെടിവെച്ചാൽ ലക്ഷ്യത്തിൽ കൊള്ളാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അതുകൊണ്ട് മെയ്സ്നിയർ 30 അല്ലെങ്കിൽ M30 എന്ന് പറയുന്ന നക്ഷത്ര കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബുലാർ ക്ലസ്റ്ററിലേക്കാണ് ഡ്രേക്ക് ഉന്നം വെച്ചത്. ഹെർക്കുലീസ് രാശിയിലുള്ളൊരു സ്ഥലം. അവിടെ 3 ലക്ഷത്തോളം നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ഒരു തേനീച്ചക്കൂട് പോലെ. അവിടെയുള്ള ഗ്രഹങ്ങളിൽ രാത്രി ഉണ്ടാവില്ല. പകരം ആകാശം നിറയെ സൂര്യന്മാരായിരിക്കും. ഒരു വെടിക്ക് കുറേ പക്ഷികളെന്ന് പറയുന്ന പോലെ. ആ ബീം അവിടെ ചെന്നാൽ ലക്ഷക്കണക്കിന് സ്റ്റാർ സിസ്റ്റങ്ങളെ ഒരേ സമയം കവർ ചെയ്യും. ആരെങ്കിലും ഒരാളെങ്കിലും കാണാതിരിക്കില്ലല്ലോ എന്ന പ്രതീക്ഷയാണ്. പക്ഷേ ഇതിലൊരു വലിയ ട്രാജഡി ഉണ്ട്. ഒരു കണക്ക് കൂട്ടലിലെ പിശക്. കാരണം ഈ M30 എന്ന് പറയുന്ന സ്ഥലം 25,000 പ്രകാശവർഷം അകലെയാണ്. അതായത് പ്രകാശത്തിൻ്റെ വേഗതയിൽ പോയാൽ പോലും ഈ മെസ്സേജ് അവിടെ എത്താൻ 25,000 വർഷമെടുക്കും. ഇനി ഏറ്റവും വലിയ പ്രശ്നം, ഈ നക്ഷത്രക്കൂട്ടം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്പേസിലാണല്ലോ. സോ അതിനനുസരിച്ച് അവ പ്രധാനപ്പെട്ട മറ്റൊരു രൂപത്തിനെ ചുറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. 25,000 വർഷം കഴിഞ്ഞ് നമ്മുടെ സിഗ്നൽ അവിടെ എത്തുമ്പോഴേക്കും ആ നക്ഷത്രക്കൂട്ടം ചിലപ്പോൾ അവിടെ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീമും ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് വികസിച്ച് വലുതാകുന്നത് കൊണ്ട് ചിലതൊക്കെ തന്നെ അവിടെ എത്തിപ്പെടാം. ഇനി അവിടെയുള്ള ഏതെങ്കിലും അന്യഗ്രഹ ജീവി ഇത് കേട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അതത് മനസ്സിലാക്കി തിരിച്ചു മറുപടി അയച്ചാൽ ഇവിടെ എത്താൻ വീണ്ടും 25,000 വർഷം എടുക്കും. അതായത് മൊത്തം 50,000 വർഷം നമ്മൾ കാത്തിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 50,000 വർഷം മുമ്പ് ഇവിടെ മനുഷ്യൻ ഗുഹയിലായിരുന്നു താമസം. 50,000 വർഷം കഴിയുമ്പോൾ ഇവിടെ മനുഷ്യരാശി ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല.
ഭൂമിയുടെ കാലാവസ്ഥ മാറിയിട്ടുണ്ടാവും, വൻകരകൾ നീങ്ങിയിട്ടുണ്ടാവും. സോ ഇതൊരു കോൺവെർസേഷൻ അല്ല, ഇതൊരു മോണിറ്ററിംഗ് ആണ്. കടലിൽ കുപ്പിക്കകത്ത് നമ്മൾ കത്തിട്ട് ഒഴുക്കുന്നത് പോലെ അത് കിട്ടുമ്പോഴേക്കും എഴുതിയ വംശം തന്നെ ഇല്ലാതായിട്ടുണ്ടാകും. ഇത് അയച്ചു കഴിഞ്ഞപ്പോൾ വളരെ വലിയ ബഹളം ഉണ്ടായി. നിങ്ങൾക്കറിയാമോ, ശാസ്ത്രലോകം രണ്ടായിട്ട് പിരിഞ്ഞു. ബ്രിട്ടനിലെ റോയൽ ആസ്ട്രോണമറായിരുന്ന മാർട്ടിൻ റൈൻ ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്. നിങ്ങൾ ഈ ചെയ്യുന്നത് സൂയിസൈഡാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാദം ഇതാണ്: ഭൂമിയുടെ ചരിത്രം നോക്കിയാൽ എപ്പോഴൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൾച്ചർ കുറച്ച് പുറകിലുള്ള ഒരു സംസ്കാരത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ ദുർബലരായവരെ സുപ്പീരിയർ ആയവർ അറ്റാക്ക് ചെയ്യും. കൊളംബസ് അമേരിക്കയിൽ എത്തിയപ്പോൾ എന്താ ചെയ്തേ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ എന്താ ചെയ്തേ? സോ ഒരു അഡ്വാൻസ്ഡ് ഏരിയനെ സംബന്ധിച്ച് നമ്മളാണ് പ്രാകൃതരായിട്ടുള്ള ആളുകൾ. നമ്മൾ എന്തിനാണ് നമ്മുടെ ലൊക്കേഷനൊക്കെ വിളിച്ചു പോകുന്നത്? ഇതിനെയാണ് ഡാർക്ക് ഫോറസ്റ്റ് തിയറി എന്ന് പറയുന്നത്. കാട്ടിൽ എല്ലാവരും മിണ്ടാതിരിക്കുന്നത് വേട്ടക്കാരെ പേടിച്ചാണ്. ആരെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ വേട്ടക്കാർ അങ്ങോട്ട് തിരിയും. നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? വലിയൊരു തീപ്പന്തം കത്തിച്ച് ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളുടെ ശരീരം ഇതാണ്, ഞങ്ങളുടെ DNA ഇതാണ്, ഞങ്ങളെ കൊല്ലാൻ എളുപ്പമാണ് എന്ന് വിളിച്ചു പോവുകയല്ലേ? ഒരുപക്ഷെ പ്രപഞ്ചത്തിൽ ബെർസർക്കർ പ്രോപ്സ് പോലെയുള്ള ജീവനുള്ള ഗ്രഹങ്ങളെ നശിപ്പിക്കാൻ നടക്കുന്ന യന്ത്രങ്ങളുണ്ടെങ്കിലോ? നമ്മൾ ശരിക്കും നമ്മുടെ അഡ്രസ്സ് ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണോ ചെയ്തത്? പക്ഷേ കാൾ സാഗനെ പോലുള്ളവർ പറഞ്ഞത് വേറൊരു കാര്യമാണ്: പേടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ 1930 മുതൽ റേഡിയോയും TV-യും വഴി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഹിറ്റ്ലറുടെ പ്രസംഗം മുതൽ ഐ ലവ് ലൂസി സീരിയലും ഇന്നത്തെ TV ഷോകളും മിലിറ്ററി റഡാറുകളുമെല്ലാം സ്പേസിലേക്ക് പോകുന്നുണ്ട്. ഭൂമിക്ക് ചുറ്റും ഒരു 100 പ്രകാശവർഷം ദൂരത്തിൽ നമ്മളുടെ റേഡിയോ ബബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ട് എന്ന് അഡ്വാൻസ്ഡ് ആയ ആർക്കും ഇതിനകം അറിയാം. അരിസുബ മെസ്സേജ് എന്നത് കുറച്ചുകൂടി മര്യാദയ്ക്ക് ഭംഗിയായി ഒരു ഹലോ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. മാത്രമല്ല, ഇത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു കൾച്ചർ യുദ്ധവും അക്രമവുമൊക്കെ എപ്പോഴേ ഉപേക്ഷിച്ചിട്ടുണ്ടാവും എന്ന് സാഗൻ വിശ്വസിച്ചു. കാലം കടന്നുപോയി. അരിസുബ മെസ്സേജ് ഇപ്പോൾ നക്ഷത്രങ്ങളെയും കടന്ന് യാത്ര തുടരുകയാണ്. വോയേജർ പേടകങ്ങൾ പോയതിനേക്കാൾ എത്രയോ വേഗത്തിൽ അത് അനന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കഥയുടെ അവസാനം സങ്കടമാണ്. ആ മെസ്സേജ് അയച്ച വലിയ മെഷീനില്ലേ, അരിസുബ ഒബ്സർവേറ്ററി, അതും മരിച്ചു. 50 വർഷത്തോളം അത് ശാസ്ത്രത്തിന് സേവനം ചെയ്തിരുന്നു. ആദ്യത്തെ എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയത് അവിടെ നിന്നാണ്. ചിഹ്നഗ്രഹങ്ങളെ ട്രാക്ക് ചെയ്തു. പക്ഷേ പ്യൂരിട്ടോറിക്കയിലെ ട്രോപ്പിക്കൽ കാലാവസ്ഥയും തുടർച്ചയായി വന്ന കൊടുങ്കാറ്റുകളും, പ്രത്യേകിച്ച് ഹ്യൂരിക്കെയിൻ മരിയയൊക്കെ വന്നപ്പോൾ അത് തളർന്നുപോയി. ഫണ്ടിങ് കുറഞ്ഞു, മെയിൻ്റെനൻസ് മുടങ്ങി. അങ്ങനെ 2020 ഓഗസ്റ്റിൽ ഒരു കേബിൾ പൊട്ടി. അവർ അത് നന്നാക്കാൻ നോക്കുന്നതിനിടയിൽ നവംബറിൽ രണ്ടാമത്തെ കേബിളും പൊട്ടി. അതോടെ ആ വലിയ 900 ടൺ പ്ലാറ്റ്ഫോം ആകെ അപകടത്തിലായി. അങ്ങനെ 2020 ഡിസംബർ 1 രാവിലെ 7:55 അവിടെ ഉണ്ടായിരുന്ന ഡ്രോൺ ക്യാമറകൾ ഒരു കാര്യം റെക്കോർഡ് ചെയ്തു. ഒരു പൊടിപടലം ഉയരുന്നതാണ്. ഒരു വലിയ ഇടിമുഴക്കം പോലത്തെ ശബ്ദം. ആ വലിയ പ്ലാറ്റ്ഫോമിനെ താങ്ങി നിർത്തിയിരുന്ന പ്രധാന കേബിളുകൾ പൊട്ടി. ആ ഭീമൻ പ്ലാറ്റ്ഫോം 500 അടി താഴേക്കിരുന്ന ആ വെള്ളിപ്പാത്രത്തിലേക്ക്, ആ ഡിഷിലേക്ക് തകർന്നു വീണു. പ്രപഞ്ചത്തിൻ്റെ ഹൃദയമിടിപ്പ് കേട്ടിരുന്ന ആ വലിയ ചെവി എന്നേക്കുമായി അടഞ്ഞു. അത് കണ്ടു നിന്ന പല ശാസ്ത്രജ്ഞരും അന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു മെഷീൻ മാത്രമായിരുന്നില്ല, അവരുടെ സ്വപ്നമായിരുന്നു. പക്ഷേ നമ്മൾ അയച്ച ആ മെസ്സേജ് അതിപ്പോഴും യാത്ര തുടരുകയാണ്. ഇപ്പോൾ അത് ഭൂമിയിൽ നിന്ന് ഏകദേശം 50 പ്രകാശവർഷത്തിലധികം അകലെ എത്തിയിട്ടുണ്ടാവും. 300 ട്രില്യൺ മൈലുകൾക്കപ്പുറം. നമ്മൾ മരിച്ചാലും, നമ്മുടെ നഗരങ്ങൾ തകർന്നാലും, ഭൂമി ഇല്ലാതായാലും ആ സിഗ്നൽ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് മാത്രമല്ല, നമ്മുടെ ഒരു സെൽഫ് പോർട്രേറ്റാണ്. ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടരുണ്ടായിരുന്നു, അവർക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ തല്ലും, യുദ്ധം ചെയ്യും, എങ്കിലും ആകാശത്തേക്ക് നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. ഇരുട്ടിനെ പേടിക്കാതെ കൈനീട്ടി ഹലോ എന്ന് പറയാൻ മനസ്സുണ്ടായിരുന്നു. നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ആ നിലവിളി അനന്തമായ ശൂന്യതയിലൂടെ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾ ഇവിടെയുണ്ട്. ചിലപ്പോൾ ആരും അത് കേൾക്കില്ലായിരിക്കും. പ്രപഞ്ചം ശരിക്കും സൈലൻ്റ് ആയിരിക്കാം. പക്ഷേ ആ ശ്രമമില്ലേ, അതാണ് നമ്മളെ നമ്മളാക്കുന്നത്. നന്ദി.